ഇന്ന് ഞാനിവിടെ ചെയ്തിരിക്കുന്നത് സേമിയ പായസമാണ് കേട്ടോ. നല്ല സ്വാദുള്ള സേമിയ പായസമാണ്. അപ്പോൾ സേമിയ പായസം അധികം കൂടുതൽ സ്വാദ് കൂടാൻ ചെറിയൊരു സംഭവം ഇതിൽ ചേർക്കുന്നുണ്ട്, പച്ചകർപ്പൂരം. എന്തൊരു മധുരപലഹാരത്തിനും പച്ചകർപ്പൂരം കുറച്ച് ഒരു നുള്ളിട്ട് കഴിഞ്ഞാൽ അത് കേട് വരാതിരിക്കാനും അതുമാതിരി തന്നെ സ്വാദ് കൂട്ടാനും വളരെ നല്ലതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത അതാണ് കേട്ടോ. ഈ പായസത്തിൻ്റെ ഏലക്ക പൊടിച്ചിടാതെ പച്ചകർപ്പൂരമാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അപ്പോൾ നല്ല സ്വാദുള്ള പായസം നമുക്ക് റെഡിയാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാട്ടോ. ഞാൻ കഴിച്ച് നോക്കട്ടെ. അടിപൊളി സ്വാദാണ്. നിങ്ങളൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ. സേമിയ പായസം ഉണ്ടാക്കാൻ വേണ്ടി ഒരു ഉരുളി ചൂടാക്കി അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് സേമിയ വറുത്തെടുക്കാം. അപ്പോൾ വറുത്തെടുക്കുമ്പോൾ സേമിയയുടെ പച്ചവാസന പോയി കുറച്ച് കളർ മാറണം. ഒരു ഗോൾഡൻ കളർ വരുമ്പോൾ നമുക്ക് അതിലേക്ക് വെള്ളം ഒഴിച്ച് ഇതേമാതിരി വേവിച്ചെടുക്കാം. അപ്പോൾ ഞാൻ 150 ഗ്രാം സേമിയയിലേക്ക് 3 ഗ്ലാസ് വെള്ളം ഒഴിച്ചാണ് ഇത് വേവിക്കുന്നത് കേട്ടോ. ഇതേമാതിരി വെന്ത ശേഷം നമുക്ക് അതിലേക്ക് ഒരു 1/2 ലിറ്റർ പാല്, 1/2 ലിറ്റർ തിക്ക് പാലാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് പാല് പോരാച്ചാൽ ഒരു 3/4 ലിറ്റർ 1 ലിറ്ററോളം ഒഴിക്കാട്ടോ, തിക്ക് പാലല്ലാച്ചാൽ. അപ്പോൾ ഈ പാലിൽ കിടന്ന് ഈ സേമിയ വേവട്ടെ. നല്ലോണം ഈ പാലും സേമിയയും കൂടി വെന്ത് വരുമ്പോൾ നമുക്കതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ലോണം വെന്തിട്ടുണ്ട്. ഞാൻ അതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. ഞാനിവിടെ 150 ഗ്രാം സേമിയ, 1/2 ലിറ്റർ പാല്, അതിലേക്ക് 2 ചെറിയ ഡവറ പഞ്ചസാരയാണ് ഇടുന്നത് കേട്ടോ. ഏകദേശം ഒരു 1/4 കിലോളം പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുക. 2-2.5 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അത് നല്ലോണം പഞ്ചസാരയും പാലും സേമിയയും കൂടി ഇനി കിടന്ന് ഒന്നും കൂടി വേവട്ടെ. പഞ്ചസാര ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ സ്റ്റൗവ് സെമിയിൽ വെച്ച് വേണം തിളപ്പിക്കാൻ. പഞ്ചസാരയും പാലും കൂടി നല്ലോണം ചെറുതീയിൽ കിടന്ന് വേവട്ടെ. അതിനുശേഷം നമുക്കതിലേക്ക് പച്ചക്കർപ്പൂരം പഞ്ചസാരയും പൊടിച്ചത് ഇട്ട് കൊടുക്കാം. ഇതാണ് കേട്ടോ ഇതിൻ്റെ സ്വാദ് കൂട്ടുന്ന ഒരു സാധനം. അപ്പോൾ ഇനി അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും നെയ്യിൽ വറുത്ത് കോരി അതിലേക്ക് ഇട്ട് കൊടുത്താൽ നമുക്ക് സ്വാദിഷ്ടമായ സേമിയ പായസം റെഡിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം